ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് എൻ്റെ ഡാഡിയുടെ റോട്ടറി ക്ലബിൻ്റെ ഇൻസ്റ്റോളേഷൻ സെറിമണിയാണ്. ഡാഡി അംഗമായിട്ടുള്ള ഗ്രീൻ സിറ്റി വലിയതോള എന്ന റോട്ടറി ക്ലബിൻ്റെ ഇൻസ്റ്റോളേഷൻ സെറിമണിയാണ് ഇന്ന് നടക്കുന്നത്. ഈ വർഷത്തേക്കുള്ള പ്രസിഡൻ്റായി ഡാഡി ചാർജ് ഏറ്റെടുക്കുന്ന ദിവസം മാത്രമല്ല, റൊട്ടേറിയൻ ജോജി തോമസ് സെക്രട്ടറി ആയിട്ടും റൊട്ടേറിയൻ രതീഷ് ബാബു ട്രഷററായിട്ടുമാണ് ഇന്ന് ചാർജ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറുവാണേ. ഇപ്പോഴും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ടൈമായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയേ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും എത്തും, അപ്പോഴത്തേക്കും പരിപാടി സ്റ്റാർട്ട് ചെയ്യും. റോട്ടറിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇത് വേറെ ഒരു ക്ലബ്ബല്ലേ, സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർവീസ് ഓർഗനൈസേഷനാണിത്. വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെ പല മേഖലകളിലും ഈ റോട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വർഷവും പുതിയ പ്രസിഡൻറ്റും പുതിയ ടീമും ചുമതലയേൽക്കും. ആ ടീമിനോടൊപ്പം ഒരു വർഷം മുഴുവൻ വിവിധ സർവീസ് പ്രോജക്ട്സാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ആ ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസമാണ്. റോട്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മോട്ടോ തന്നെ സർവീസ് എബവ് സെൽഫ് എന്നാണ്. ഇവർ ചെയ്യുന്ന സർവീസ് ആക്ടിവിറ്റീസ് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഡയാലിസിസ് പേഷ്യൻസിനുള്ള കിറ്റ് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. വിദ്യാഭ്യാസ സഹായങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, അങ്ങനെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇതിലൊന്നും ആർക്കും ഒരു വ്യക്തിപരമായ ലാഭവും ഇല്ല. നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുക, അതിലൂടെ ഒരാളുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കുക, അതാണ് റോട്ടറിയുടെ യഥാർത്ഥ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു സംഘടനയുടെ ഭാഗമാവുന്നതും അതിൻ്റെ പ്രസിഡൻ്റായ ഡാഡി ഒരു വർഷത്തേക്കാണെങ്കിലും ഡാഡി ചുമതല ഏൽക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് ശരിക്കും അഭിമാനമുള്ളൊരു കാര്യമാണ്. സ്ക്രീനിൽ ഡാഡിയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക, ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇതുവരെ തുടങ്ങിയില്ല. ഡാഡി ഇതുവഴി ഓടി നടക്കുക ഓരോ പരിപാടിയൊക്കെ ആയിട്ട്. ചൈന ഇതുവഴിയൊക്കെ നടപ്പുണ്ട്. ചേച്ചി ലൂക്കാച്ചനെ എടുക്കുന്നു. അവനാണേലും ബോറടിക്കാൻ തുടങ്ങി. കുറച്ച് നേരമായല്ലോ വന്നിട്ട്. അവന് ഓടി നടക്കാനൊക്കെയാണ് ആഗ്രഹമേ. പിള്ളേരാണേലും വിചാരിച്ചേക്കുന്നത് ഇവിടെ നല്ല ഡാൻസും പാട്ടും ഒക്കെയാണ് എന്നാണ് വിചാരിച്ചേക്കുന്നത്. അവരതും കൊണ്ടിങ്ങനെ വെയിറ്റ് ചെയ്യുക പരിപാടിയൊക്കെ തുടങ്ങാൻ. അവൻ വഴക്കായപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. ചുമ്മാ ഈ സൈഡിലിങ്ങനെ ഏലത്തോട്ടമൊക്കെയാണ്, അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കയറിയേ. ഞങ്ങളെ ഇപ്പം സ്ക്രീനിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അപ്പം സ്ക്രീനിൽ കാണിക്കുന്നത്, സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായിരുന്നേ. പുറകോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ട, ആരൊക്കെ വന്നു എന്ന് നമ്മളിടയ്ക്ക് നോക്കുമല്ലോ. അതൊന്നും വേണ്ടി വന്നില്ല. പിള്ളേരെല്ലാവരും കളിക്കുകയൊക്കെ ചെയ്യുവാണേ. ലൂക്കാച്ചനൊരു മിനറൽ വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്, അതും പിടിച്ച് നടക്കുക. അവൻ വെള്ളം കുടിക്കാൻ വേണ്ടി അവനെ ആഗ്രഹിച്ചിരിക്കുക. നമുക്ക് ചായയും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചു. അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങിയേ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറൊക്കെ ആയി. ലൂക്കാച്ചനും അപ്പായും കൂടെ ബോട്ടിൽ എക്സ്ചേഞ്ച് ചെയ്തൊക്കെ കളിക്കുക. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും റൊട്ടേറിയൻസ് എല്ലാം സ്പെഷ്യൽ എൻട്രി ആയിരുന്നേ. എല്ലാവരും ഒന്നിച്ച് ലൈനായിട്ടാണ് അവരുടെ സീറ്റിലേക്ക് എത്തിയത്. The installation meeting to order. Over to you, Shaji. അതിനുശേഷം ഓരോരുത്തരുടെയും സ്പീച്ചസൊക്കെ ഉണ്ടായിരുന്നു. പഴയ പ്രസിഡൻറ്റും വേദിയിലെത്തി സംസാരിക്കുകയും കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവച്ചു. അതിനുശേഷം ക്ലബിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരെ ആദരിച്ചു. റോട്ടറിയിലുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ഗിഫ്റ്റ്സൊക്കെ നൽകി അവരുടെ സേവനങ്ങൾക്കൊക്കെ നന്ദി അറിയിച്ചു. പിന്നെ നമ്മുടെ മുൻ പ്രസിഡൻറ്റ് റൊട്ടേറിയൻ ഷാജി സാറിൻ്റെ ക്ലബിനുള്ള സംഭാവനകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം പ്രത്യേകം എല്ലാവരും ആദരിച്ചു. ക്ലബിന് വേണ്ടി അദ്ദേഹം നൽകിയ പിന്തുണ എല്ലാവരും കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തു. അതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു മനോഹരമായ മൊമെൻ്റ് വന്നത്. ഡാഡിയുടെ ഇൻട്രോ വീഡിയോ വലിയ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നു. റൊട്ടേറിയൻ സാബു മാത്യു പൈകയെ ഏറെ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുകയാണ്. 1964 ഡിസംബർ 19 വലിയതോവാണ് മാത്യു പൈകയുടെയും ആലീസ് മാത്യുവിൻ്റെയും മകനായി ജനിച്ച അദ്ദേഹം അഭിമാനവും മുൻപോതും ചേർന്ന ദീപഭാവിയിലാണ് വളർന്നത്. വലിയതോവാള CRHS ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളുമായി വിദ്യാഭ്യാസം.
തുടർന്ന് കട്ടപ്പന യുവശക്തി കോളേജിൽ നിന്ന് ഉന്നത പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം കോഴിക്കോട് നിന്ന് ഓട്ടോമൊബൈൽ ഡിപ്ലോമയും കരസ്ഥമാക്കി. പഠനശേഷം നെടുങ്കണ്ടത്ത് സ്പെയർ പാർട്സ് വ്യവഹാരത്തിൽ ഏകദേശം 1 ദശാബ്ദക്കാലം ആത്മാർത്ഥതയോടും വിശ്വാസതയോടും തുടർന്ന് പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ നെടുങ്കണ്ടം മർച്ചന്റ്സ് അസോസിയേഷന്റെ യൂത്ത് വിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം വ്യാപാര രംഗത്തെ സജീവ നേതാവിൽ തന്റേതായ സ്ഥാനം വഹിച്ചു. തുടർന്ന് കട്ടപ്പനയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു. 2007 ട്രാവലക്സ് ഓട്ടോ ക്രെഡിറ്റ്സ് എന്ന വാഹന ധനകാര്യ സ്ഥാപനം ആരംഭിച്ചു. എന്നും വിജയകരമായി മുന്നേറുന്ന ആ സ്ഥാപനം അദ്ദേഹത്തിന്റെ ദീർഘദർശനത്തിന്റെയും അധ്വാനത്തിന്റെയും തെളിവാണ്. വ്യാപാര രംഗത്തോടൊപ്പം കൃഷിയിടങ്ങളിലും അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. 1987 ജൂലൈ 5 ചേമ്പടത്ത് ചുവറമ്പിൽ KC ആന്റണിയുടെയും മേരിക്കുട്ടിയുടെയും മകളായ സോഫിയെ അദ്ദേഹം ജീവിത പങ്കാളിയാക്കി. പരസ്പര സ്നേഹവും പിന്തുണയും കുടുംബ മൂല്യങ്ങളും നിറഞ്ഞ ഈ ദാമ്പത്യ ജീവിതം 3 പെൺമക്കളാൽ അനുഗ്രഹിക്കപ്പെട്ടു. മൂത്ത മകൾ സുലത സാബു UK സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു. രണ്ടാമത്തെ മകൾ അഞ്ജു സാബു സിവിൽ എഞ്ചിനീയറായും മൂന്നാമത്തെ മകൾ നമിത സാബു ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായും ശ്രദ്ധേയമായി. പിതാവ് മാത്യു പൈക അന്തരിച്ചെങ്കിലും മാതാവ് ആലിസ് മാത്യു ഇന്ന് അദ്ദേഹത്തോടൊപ്പം സന്തോഷത്തോടെയും ആരോഗ്യത്തോടുകൂടിയും ജീവിക്കുന്നു. ഇന്ന് 6 കൊച്ചുമക്കളുടെ സ്നേഹപൂർണ്ണമായ അച്ഛനായി കുടുംബസ്നേഹവും ജീവിത നിറവും അനുഭവിച്ച് അദ്ദേഹം മുന്നേറും. 2025 റോട്ടറി കുടുംബത്തിന്റെ ഭാഗമായ അദ്ദേഹം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പങ്കുചേർന്നു. വ്യാപാരത്തിന്റെ ഉത്തരവാദിത്വം, കൃഷിയുടെ ക്ഷമം, കുടുംബത്തിന്റെ സ്നേഹം, സാമൂഹ്യ സേവനത്തിന്റെ ആത്മാവ് ഈ 4നെയും മനോഹരമായി ഒരുമിച്ച ജീവിതമാണ് റോട്ടറി സാബു മാത്യു പൈകയുടെ. റോട്ടറി കുടുംബത്തിലെ സജീവ അംഗമായതോടൊപ്പം നിരവധി സംഘടനകളും കർഷക സംഘടനകളിലും അദ്ദേഹം സജീവ അംഗമാണ്. ഇന്ന് അദ്ദേഹം പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അത് ഒരു സ്ഥാനാരോഹണം മാത്രമല്ല, സേവനത്തിനും സൗഹൃദത്തിനും സത്യസന്ധമായ നേതൃത്വത്തിനും സമർപ്പിതമായ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. നമ്മുടെ പുതിയ പ്രസിഡന്റായ റോട്ടറിയൻ സാബു മാത്യു പയ്യയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ജയാശംസകളും നേരുന്നു. നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. This is the moment we were anxiously waiting for. The change of heart. New president for the year 2026-2027 is now installed in the office by serving the president Rotarian Shaji T.S. ഇതിന് ശേഷം ഡാഡിയുടെ ഒരു ചെറിയ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നേ. SGകൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഒരു സന്തോഷവും ചാരിതാർത്ഥ്യം കിട്ടിയ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ റോട്ടറിയാണ്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം, നമ്മളൊരാളെ സഹായിക്കാനായിട്ട് ചെറിയൊരാൾ നമ്മുടെ അടുത്ത് സഹായത്തിന് തേടി വന്നു കഴിഞ്ഞാൽ, നമുക്ക് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ഒരു ആത്മസന്തോഷം അതൊരു ഭയങ്കര തന്നെയാണ്. അത് നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ വന്ന് നിങ്ങളുടെ ഒരു സഹായത്തിന് അവർത്തിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. ഇല്ലെങ്കിൽ നമുക്കൊരു മാനസികമായിട്ട് വിഷമമുണ്ടാകും, കൊടുത്തില്ലല്ലോ എന്ന് തോന്നുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സംഘടനയിലേക്ക് വന്നതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. അങ്ങനെ വിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷം ഡാഡി പുതിയ ട്രഷററും സെക്രട്ടറിക്കൊക്കെ അവരുടെ ബാഡ്ജൊക്കെ അണിയിച്ച് അവർ ചാർജ് എടുത്തേ. ഈ പരിപാടിയെല്ലാം നടക്കുമ്പം നമ്മുടെ ലൂക്കാച്ചൻ വഴക്കായിരുന്നു. ഞാനപ്പോൾ അവനെയും കൊണ്ട് ഇങ്ങനെ ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് റൊട്ടേറിയൻസ് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു നമ്മുടെ സ്റ്റേജിൽ നിന്ന്. പിന്നെ പുതിയ മെമ്പേഴ്സ്, റോട്ടറിയിലെ പുതിയ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രോഗ്രാമിൽ വെച്ച് ഞങ്ങൾക്കും ചെറിയൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയേ. കഴിഞ്ഞ ഫാമിലി മീറ്റിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു ഗെയിം സെഷനിൽ ഫസ്റ്റ് കിട്ടിയതാണേ. ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ ഏറി മേടിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞു റൊട്ടേറിയൻസിനെ ആരും മറന്നൊന്നുമില്ല. അവർക്കുമുള്ള ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കുഞ്ഞു പിള്ളേർക്കും അവർ ഗിഫ്റ്റൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കൗണ്ടർ ഓപ്പൺ ചെയ്തു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഫുഡായിട്ട് നമുക്ക് കപ്പയും മീൻ കറിയും ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, അപ്പം, ബീഫ്, അങ്ങനെ ഇതൊക്കെയായിരുന്നേ മെയിൻ മെനുവേ. നല്ല ഫുഡായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പിള്ളേർക്കൊക്കെ വാരി കൊടുത്തു. ചേച്ചിയും പിള്ളേരൊക്കെ കഴിക്കുക. അങ്ങനെ അതിൻ്റെ കൂടെ ഞാനും കഴിച്ചു കേട്ടോ. ഈ സമയത്ത് ലൂക്കാച്ചനെ ഇച്ചാൻ്റെ കയ്യിലാണേ. ഇച്ചാൻ അവനെ എടുത്തുകൊണ്ടിരിക്കുക. അവന് ഒരു ചെറിയ ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടാണ് അവനിരിക്കുന്നത്. പിന്നെ ഓഡിറ്റോറിയത്തിനുള്ളിൽ വെച്ചും എല്ലാവരും ഫുഡ് കഴിക്കുവാണേ. അവിടെ അറേഞ്ച് ചെയ്തിരുന്ന ചെയറിൽ തന്നെ ഇരുന്ന് കഴിക്കാനായിരുന്നു നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നത്. പിന്നെ മമ്മിയൊക്കെ ആണെങ്കിലും അമ്മച്ചിമാരുണ്ടായിരുന്നു. അമ്മച്ചിമാരുടെ കൂടെ ഒക്കെ ഇരുന്ന് മമ്മി കഴിച്ചത്. ഡാഡി ഇടയ്ക്ക് വന്ന് മമ്മീനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ചെറിയൊരു ഗാനമേളയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചായനും പാട്ടൊക്കെ പാടിയേ, നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒത്തിരി ലേറ്റായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് പോവാൻ, ഞാനും ചേച്ചിയും പിള്ളേരും മമ്മിയും എല്ലാം കൂടെ നേരത്തെ പോയി. ഇച്ചായനും ഡാഡിയും പുറകെ വരുന്നേ ഉള്ളേ. അവർ കുറച്ച് ലേറ്റ് ആകും. അവർ ഫുൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഞങ്ങൾ പിള്ളേരെല്ലാം വഴക്കായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അങ്ങ് പോകുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം ഇതായിരുന്നേ. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു ഇന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.